ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി CK പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഷബിനേനെ കാണാനാണ്. ഷബിനയ്ക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. ഷബിനയ്ക്ക് കാഴ്ചക്ക് ചെറിയ കുറവുണ്ട്, അതായത് തീരെ കാണാതെയല്ല, പക്ഷേ ചെറിയ രീതിയിൽ കാഴ്ച പ്രശ്നമാണ്. അതേപോലെ അവൾക്ക് സ്മെല്ലൊന്നും തിരിച്ചറിയാൻ പറ്റൂല. ഇപ്പോൾ കാഴ്ചേൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ഞരമ്പിൻ്റെ ഒരു വിഷയം കൊണ്ട് ഒരു സ്മെല്ലും അവൾക്ക് തിരിച്ചറിയാൻ പറ്റൂല. അതാണ് അവളുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കേട്ടോ. പിന്നിൽ കാണുന്ന ഈ വീടാണ് അവരത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ അവരോട് തന്നെ ചോദിക്കാം. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം, കൂടെ നിൽക്കണം കേട്ടോ. എന്നാൽ നമുക്ക് അവരെ പരിചയപ്പെടാം. അപ്പൊ ഇതാണ് കേട്ടോ ഷബിന. ഷബിന, എന്തൊക്കെയാ വിശേഷോ? നല്ലത്. സുഖല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. ഇവിടെ ഇരുന്നു. അപ്പോൾ ഓളെ ബുദ്ധിമുട്ട് ഞാൻ തുടക്കത്തിൽ ചെറുങ്ങനെ ഒന്ന് പറഞ്ഞു. അതായത് ഒക്കെ കാഴ്ചേന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അത് എത്രത്തോളാണത്? അത് 90% ഒരു കണ്ണ് കാഴ്ച ഉണ്ട്, ഒരു കണ്ണിന് 60 ഉള്ളൂ. ഒരു കണ്ണിന് 90% കാഴ്ച ഉണ്ട് അല്ലേ? മറ്റേ കണ്ണിന് 60% അല്ലേ ഷബിന? അപ്പൊ ഷബിനക്ക് ദൂരെ ഉള്ളതാണോ കാണാൻ ബുദ്ധിമുട്ട്? ദൂരെ ഉള്ളത് കാണൂല, ചെറിയ എഴുത്തും കാണൂല. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ കാണാം. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ അതെല്ലാം കാണും, സാധാരണ എല്ലാതും കാണും. ഷബിന ഒറ്റയ്ക്ക് യാത്ര ചെയ്യലുണ്ടോ? യാത്ര ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് ബസ്സൊക്കെ കയറി പോവോ? അപ്പൊ നമ്മള് ബസ്സിന്റെ ബോർഡ് അതൊക്കെ മോള് കാണലുണ്ടോ? ബസ്സിന്റെ ബോർഡ് നിർത്തിട്ട ബസ്സുകൾ പോണതൊന്നും കാണൂല. അതൊക്കെ ചോദിക്കുന്നത് മോക്ക് എത്രത്തോളാണ് എന്നുള്ള ഒരു കാണുന്ന ഒരാൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെ. അപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും, എഴുതുമ്പോ ഒക്കെയാണ് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടില്ല, ചെറിയ അക്ഷരമൊക്കെ കാണാനുള്ള ബുദ്ധിമുട്ടില്ല. അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പോൾ സ്കൂളൊക്കെ സാധാ സ്കൂളാണോ പോയത്? അല്ല, സ്പെഷ്യൽ സ്കൂളാ? സ്പെഷ്യൽ സ്കൂളിലാണ്, കോഴിക്കോട് കൊളത്തറ സ്കൂളിൽ. കൊളത്തറയാണ് പഠിച്ചത്. അപ്പോൾ ബ്രെയിൽ ലിപി അതൊക്കെയാണ് പഠിച്ചത് അല്ലേ? അതെ. ഫോണ് ടോക്ക് ബാക്ക് ഉപയോഗിച്ചാണോ യൂസ് ചെയ്യല്, അല്ലെങ്കിൽ നോക്കിയിട്ട് തന്നെയാണോ യൂസ് ചെയ്യല്? നോക്കിയിട്ട്. അപ്പോൾ നോക്കിയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ കൃഷ്ണമണി ഇങ്ങനെ ഇളയിക്കൊണ്ട് വെക്കും അല്ലേ അമ്മ? മൂക്കിന്റെ മണം പോയത് ചെറിയ കുഞ്ഞാവുമ്പോള് നമ്മള് ഓപ്പറേറ്റ് ചെയ്തതാണ്. അപ്പൊ കണ്ണട നല്ലോണം അമർത്തി വെച്ച് കെട്ടിക്കൊടുത്ത് അങ്ങനെയാണ് ഈ മൂക്കിന്റെ ഞരമ്പിനും ഇത് വന്നിട്ടുണ്ടാവുക ഡോക്ടർമാർ പറഞ്ഞു. അപ്പോ ഇത് പിന്നെ ഡോക്ടർ പറഞ്ഞ കണ്ണിന്റെ കാഴ്ച പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞരമ്പിന്റെ പ്രശ്നം കൊണ്ടാണ്. ഞരമ്പിന്റെ പ്രശ്നമാണ്, അത് നിങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല, ജന്മനാലുള്ളതാണ്. അതിന് ചികിത്സയൊന്നും ഇല്ല. ഉള്ള ചികിത്സ ഞങ്ങൾ അന്നേ ചെയ്തു. പിന്നെ അവൾക്ക് ഈ മണം കിട്ടാത്തത് ഈ കണ്ണട വെച്ച് കെട്ടിയോണ്ട് രുചി അറിയും, എല്ലാ വ്യത്യാസങ്ങളും ചോയ വ്യത്യാസമൊക്കെ അറിയും, എല്ലാതും അറിയും. പിന്നെ എന്താ മൂക്കിന് മണം കിട്ടായല്ലേ, ഇപ്പൊ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് ചോദിച്ച്. അതെ, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാതിരുന്നത്. ഇപ്പൊ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ചെറുപ്പത്തിലേ ഒക്കെ സ്മെല്ല് തിരിച്ചറിയൂല നമുക്ക്. ഇപ്പൊ വലിയ അങ്ങനെ കൊണ്ടാക്കിയില്ലേ, 7-8 വയസ്സായപ്പോ അവിടെ തന്നെ ഇവിടെ കൊണ്ടയില്ല, കൊളത്തറ തന്നെ നിന്ന് പഠിക്കാനല്ലേ? ഈ സ്മെല്ല് തിരിച്ചറിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എപ്പാ മനസ്സിലായേ? ഇവള് പറയല് തുടങ്ങിയാരെ. അങ്ങനെ എനിക്കറിയില്ല, എന്തെങ്കിലും മണക്കാൻ പറഞ്ഞാല് ഒരു മണം കിട്ടില്ല, ഒരു ജാതിയൊക്കെ കൂടിണ്ട് വരുന്നുള്ളൂ. അത് ഇപ്പൊ അടുത്താണോ മനസ്സിലായേ? അടുത്ത് വെച്ചാ കൊറക്കുമ്പോ തന്നെ ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പൊ അവിടെ നിക്കല് തുടങ്ങി. +2 കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ അവരെ ഹോസ്റ്റലിലേനു അല്ലേ? എത്ര വരെയാ പഠിച്ചേ ഷബിന? +2 വരെയാ പോയെ. അതിനുശേഷം വേറെ എന്താ പഠിച്ചില്ല അല്ല? ഡിഗ്രിക്ക് പോയി, പൂർത്തിയായിട്ടില്ല, 2 വർഷമായിട്ട് പോയിട്ടുള്ളൂ. ഷബിനക്ക് എത്ര വയസ്സായി? 34. അപ്പൊ അവളുടെ ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയതാണ് കേട്ടോ. 33 വയസ്സ് കഴിഞ്ഞു, 34 കഴിഞ്ഞില്ലേ? അപ്പൊ ആ വിവാഹം ഡിവോഴ്സ് ആയിട്ട് എത്രയായി? ഡിവോഴ്സ് ആയിട്ട് ഇപ്പൊ 8ാമത്തെ വർഷം. 8 വർഷമായി. നിയമപരമായിട്ടൊക്കെ ഒഴിവായതല്ലേ? ഒഴിവായി. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം ആയിട്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് ആലോചനകൾ നന്ന ദൂരത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ആൺകുട്ടികളൊന്നും ഇല്ലല്ലോ, ഇവിടെ വന്ന് നിൽക്കുന്ന ആളാണ് എനിക്ക് ഇഷ്ടമാണ്. അതെ, നിങ്ങൾക്ക് 6 മക്കളല്ലേ? 7 പെൺകുട്ടികളാ അല്ലെ? 7 പെൺകുട്ടികളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ദൂരത്തേക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് സന്തോഷം. ഇപ്പൊ കെട്ടിച്ചേക്കാനാണെങ്കിലും കുറച്ച് അടുത്തൊക്കെ ഉള്ളതില്ല, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. പറ്റുന്ന ഒരാളാണ്, അതെ, അതാണ് എന്റെ ആവശ്യം. തീർച്ചയായും. അതെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. പിന്നെ ഉള്ള ബുദ്ധിമുട്ട് അതാണ്. അപ്പോൾ തീരെ കാഴ്ച ഇല്ലാത്ത വിഷയമല്ല. ഷബിന, കുക്കിംഗ് ഒക്കെ അറിയോ? അറിയാം.
ആ ഇവിടുത്തെ കുക്കിംഗ് ഒക്കെ ചെയ്യും അല്ലേ? അതെ. ആ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓള് ചെയ്യും അല്ലേ? അതെ, വിറകുണ്ടാക്കലും അതെ. ആളെല്ലാത്തിനും സ്മാർട്ടാണ്. തുടക്കും എല്ലാരെക്കാളും ആടിനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കെട്ടിക്കൊണ്ടും വൈകുന്നേരം ആവുമ്പോ ഉച്ചാവുമ്പോൾ ആടിന് കൊണ്ടുപോയി വെള്ളം കാട്ടും കെട്ടോ ഞങ്ങളതിന് നോക്കലേ ഇല്ല. അപ്പോൾ ആള് സ്മാർട്ടാണ്. ഓക്ക് ഈ കണ്ണിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് ആ കാഴ്ച തന്നെ ഉണ്ടാവും അല്ലെ? അതിനി കുറയുകയില്ല കൂടുകയില്ല അല്ലെ? കണ്ണട വെച്ചിട്ടില്ലല്ലോ, കണ്ടില്ലേ? ഓള് വെക്കലില്ല. കണ്ണട വെച്ചില്ലെങ്കിലും നമുക്ക് ആ കാഴ്ച അങ്ങനെ തന്നെ കിട്ടൂലേ? കാഴ്ച ഈ കാഴ്ച തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. കണ്ണട എന്തിനാ വെക്കുന്ന അപ്പോ? ചെറിയ എഴുത്തൊക്കെ കാണാൻ വേണ്ടി. ചെറിയ എഴുത്ത് കാണാൻ വേണ്ടി. കണ്ണട വെച്ചില്ലെങ്കിൽ നമ്മൾ ഈ സാധാ കാണും പോലെ നമ്മൾ കാണും അല്ലെ? കണ്ണട വെച്ചാൽ ചെറിയ എഴുത്തും കൂടെ കാണും അല്ലെ? സൈറ്റഡ് അങ്ങനെ അറിയില്ല, അത്യാവശ്യങ്ങളെ അറിയുള്ളൂ. പത്രം വായിക്കാനോ അതെ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും വന്ന വലിയ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് വായിക്കാനൊക്കെ അറിയും. അതെ. അപ്പോൾ ഓളെ കൃഷ്ണമണി ഇങ്ങനെ ഇളക്കി നിൽക്കൂ എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട്. അല്ലാണ്ട് കാഴ്ച പോലെ പറഞ്ഞ ആ രീതിയിലൊക്കെ അവൾക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഓളെ കൈപിടിച്ച് നടക്കണ്ടേ? അതിന്റെ ആവശ്യമില്ല അല്ലേ? ആരെയും കൊണ്ടോ അവളെ നീ തന്നെ ഒറ്റയ്ക്ക് നടന്നോളൂ അല്ലേ? അതെ അതെ. അപ്പൊ അത്രയൊക്കെയാണ് ഷബ്നേന്റെ കാര്യങ്ങൾ കേട്ടോ. നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഊന്നി ചോദിക്കുന്നത് കാണുന്ന ഒരാൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഒരു ചോദ്യത്തിന്റെ ആവശ്യം വരരുതല്ലോ. അപ്പൊ എല്ലാം മനസ്സിലാക്കി വരുന്ന ഒരാളെ നമുക്ക് വേണ്ടുള്ളൂ. അതെ, ഷബ്ന ആദ്യം കല്യാണം കഴിച്ചത് ടോട്ടലി കാഴ്ച ഇല്ലാത്ത ഒരാളെ ആയിരുന്നു. പക്ഷെങ്കിൽ അത് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങനെ ഡിവോഴ്സ് ആയതാണ്. ഏകദേശം 8 വർഷത്തോളം അവള് ആ ഡിവോഴ്സായിട്ട് നിന്നു. അപ്പോൾ ഇനി നമുക്ക് സമയം വൈകിക്കാനില്ല. എത്രയും പെട്ടെന്ന് നല്ലൊരു വരനെ ഷബ്നയ്ക്ക് നമുക്ക് കണ്ടെത്തണം. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു കാഴ്ച ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് നമ്മൾ സ്വീകരിക്കുമോ ഷബ്ന? എനിക്ക് എന്നെ വല്ല പ്രശ്നങ്ങളുള്ള ഒരാളെ, എന്തെങ്കിലും കുഴപ്പമുള്ള ഒരാളെ തന്നെ അങ്ങനെ ആയത് തന്നെ എനിക്ക് അങ്ങനെ തന്നെയാണ്. ബുദ്ധി വേണം കേട്ടോ. അതെ, ബുദ്ധിപരമായ വിഷയമില്ലാത്ത ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരാളെ സ്വീകരിക്കാൻ തീർച്ചയായിട്ടും ഷബ്ന തയ്യാറാണ്. ഓക്കെ അതിനുള്ള പിന്നെ ഓളെല്ലാത്തിനും സ്മാർട്ടാണ്, എല്ലാത്തിനും ഓക്കെയാണ്. അപ്പോൾ ഓളെ സ്നേഹിക്കണം. ഇപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് അവർ നമ്മളെ സ്നേഹിക്കാതെ വിഷമിപ്പിക്കുന്ന ഒരാളാവരുത്. അതാണ് നമുക്കുള്ളൂ. ജോലിക്ക് പോയിട്ട് ഓളെ നോക്കാൻ പറ്റിയ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരാൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഉപേക്ഷിച്ചത്. അതെ, ആദ്യം കല്യാണം. അതെ. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന വരട്ടെ. പിന്നെ വേറെന്തെങ്കിലും ഉമ്മാക്ക് പറയാനുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കണ ആളാണ് ഏറ്റവും ഇഷ്ടമാണ്. വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തുനിന്നും വിളിക്കൂ. അപ്പൊ നല്ലപോലെ അന്വേഷിക്കണം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ. അപ്പൊ അനാവശ്യമായിട്ട് ആരും വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഇത് മോളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്നത്. അപ്പോൾ ഓളെ അത്രയൊക്കെയാണ് ഓളെ കാര്യങ്ങൾ. കൂടുതലായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഏകദേശം എല്ലാം ഓക്കെ ആണ്. പിന്നെ ചെറിയ ചില ബുദ്ധിമുട്ടുകളാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരാളായാലും ഓക്കെ ആയിരിക്കും. പിന്നെ ഷബ്നയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയുള്ള പിയാപ്പിളിനെ വേണ്ട, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കതന്നെ പറയാനുള്ളൂ. എന്നെ മനസ്സിലാക്കണില്ല, എന്നെ പോലെ പ്രശ്നമുള്ള കുഴപ്പമുണ്ട് എന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരാളെ അങ്ങനെ തന്നെ അങ്ങനെയാണ്. അതെ, അങ്ങനെയുള്ള ഒരാളായാലും നമുക്ക് സന്തോഷമാണ്. മാഷാ അല്ലാ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാളെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റട്ടെ. അപ്പോൾ വേറൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, കൂടെ നിൽക്കണം. പിന്നെ ഭാര്യ മരിച്ചത്, ഡിവോഴ്സ് ആയതൊക്കെ നമ്മൾ സ്വീകരിക്കൂലേ അല്ലേ? ഇപ്പോൾ കുട്ടികളുള്ള ആലോചന നമുക്ക് പറ്റുമോ? ഒരു ചെറിയ കുട്ടിയുണ്ട്, അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന ചോദിച്ചാൽ ഞങ്ങൾ പറ്റുമോ ഷബ്ന? അങ്ങനെ വേണ്ട. അപ്പോൾ അതെ, അത് ഓളെ ഇഷ്ടമാണല്ലോ ഉമ്മ, തീർച്ചയായിട്ടും. അപ്പോൾ മക്കളില്ല, ബാധ്യത ഇല്ലാത്ത ഡിവോഴ്സ് ആയത് ഇപ്പോൾ അല്ലെങ്കിൽ ഭാര്യ മരിച്ചതുമായ ആലോചന തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കും. അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് വരിക. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. 38-36 വയസ്സായ ആളാണെങ്കിൽ അതെ, ഒരു 40-ന്റെ ഉള്ളിലല്ലേ? ഒരു 34 വയസ്സല്ലേ ഇപ്പൊ ഷബ്നക്കായത്? അപ്പൊ ഒരു 6 വയസ്സ്, ഒരു 40 വയസ്സിന്റെ ഉള്ളിൽ അല്ലേ സ്വീകരിച്ചൂടെ? അതെ, അപ്പോൾ 40 വയസ്സ് വരെയുള്ള ആലോചനകൾ തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കും. നിങ്ങൾ മുമ്പോട്ട് വരിക. പിന്നെ ഉപ്പ മരണപ്പെട്ടതാണ്. ഇപ്പം മരിച്ചിട്ട് ഇപ്പോൾ 5 വർഷം അല്ലേ? 4 വർഷമായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക. ആരും അനാവശ്യമായിട്ട് വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ ഇടങ്ങാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നിയമ നടപടി സ്വീകരിക്കാൻ ഒരു പണിയും ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് കണക്കിലാക്കി മാത്രം പിന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് പറയാൻ നിന്നാൽ മതി. തീർച്ചയായിട്ടും നിയമ നടപടി എന്തായാലും സ്വീകരിക്കും. അപ്പോൾ അനാവശ്യമായിട്ട് ആരും ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഗൾഫ് നമ്പർ കാര്യമെല്ലാം വന്നാൽ എടുക്കണ്ടേ ഉമ്മ? കാരണം ഓലെ നാട്ടിലെ നമ്പറിൽ നിന്ന് വിളിച്ചോട്ടെ, ഓലെ ട്രേസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ഇത് കൊണ്ട് ഓല് വിളിച്ച് ഓരോ അതും ഇതെല്ലാം
എല്ലാം പറയും ആണുങ്ങളെടുത്ത് സിം കൊടുത്തിട്ട് ഓലെ കൊണ്ട് ഡീൽ ചെയ്യിപ്പിച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കേ വേണ്ട കേട്ടോ. ഓളെ ഫോട്ടോയും വീഡിയോ കോളൊന്നും വിളിച്ചാൽ എടുക്കരുത്, ആർക്കും ഫോട്ടോ അയച്ചു കൊടുക്കണ്ട. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഓളെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ഫോട്ടോൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആൾക്കാർ എത്ര പറഞ്ഞാലും എല്ലാവരും നല്ലവരല്ല എന്നുള്ള എപ്പോ നമ്മളെ മനസ്സിൽ വേണം കേട്ടോ. എപ്പോ അത് മനസ്സിൽ വേണം. അതുകൊണ്ടാണ് എന്റെ മനസ്സ് കിടന്ന് തിളക്കണതേ. ഗൾഫിൽ നിന്ന് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. പിന്നെ ഗ്രാഫിക് ഡിസൈനർ ആണ്. കുട്ടിക്ക് ചെറുതായി വിരലിനൊരു പ്രശ്നമുള്ളൂ, 2 വിരലനക്കാൻ കഴിയാത്ത ആളിട്ട് പോയതാണ്, ഒരു കുട്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പത്തനംതിട്ട ഗ്രൂപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ടാവൂല്ലേ? ഗ്രൂപ്പിലൊക്കെ കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഏത് നേരം വിളിച്ച് ശല്യം ചെയ്തു. എന്നാലും അന്തല്ലാത്തൊരു ആള് കോഴിക്കോട്ട് നിന്നാണെന്ന് പറഞ്ഞിട്ട് എല്ലാരും വിളിച്ച് ശല്യം. അതാണ് അനാവശ്യമായിട്ട് നമ്മള് പിന്നെ നമ്പറും ഇതെല്ലാം ഓരോരുത്തർ കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഗ്രൂപ്പില് അത് എല്ലാത്തിലും നല്ലതും മോശം ഉണ്ടാകുമ്പോൾ നല്ല ഉദ്ദേശിച്ചിട്ട് പല ആൾക്കാർ കല്യാണത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പല ഗ്രൂപ്പും ഉണ്ട് നല്ലത് വിചാരിച്ച് തുടങ്ങിയത്. പക്ഷെ അതിലും ഇതേപോലെയുള്ള ആൾക്കാർ കയറി കൂടിയിട്ടുള്ള ബുദ്ധിമുട്ടാണത്. അപ്പൊ നമ്മൾ ഒരു പുതിയ സിം എടുക്കുക, പുതിയ സിം ചെറിയൊരു ഫോണിലിടുക, വാട്സപ്പും അങ്ങനെ ഒന്നും ഇല്ലാത്ത ചെറിയൊരു ഫോണിലിടുക. ഗൾഫ് നമ്പർ നമുക്ക് ട്രേസ് ചെയ്യാം, ഇന്ത്യൻ നമ്പർ അല്ലെങ്കിൽ ഫോൺ എടുക്കണ്ട. ഇനിയിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാന്നാണ് സ്പോട്ടിൽ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുക, കംപ്ലൈൻറ്റ് കൊടുക്കുക, അല്ല വെറുതെ വിടരുതല്ല. അപ്പോൾ നിങ്ങളൊരു പേടിയും വേണ്ട, അനാവശ്യമായിട്ട് കോൾ വന്നാൽ ബ്ലോക്ക് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അവളെ കല്യാണമൊക്കെ പെട്ടെന്ന് റെഡിയാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വേറെ വീഡിയോയിൽ കാണാം കേട്ടോ.